ഹായ് ഓൾ, വെൽക്കം ടു KS On. ഞാനിന്ന് വന്നിരിക്കുന്നത് HCF റിലേറ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അതായത് നമ്മൾ LCM HCFൻ്റെ ഒരു വീഡിയോ പാർട്ട് 1 ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട്. അതിൽ നമ്മൾ LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ LCM റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ചെയ്തു അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് HCF ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ആ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ഡിവൈഡ് 510 ആൻഡ് 425 എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും എന്താ നമ്മൾ അവിടെ പറഞ്ഞ എന്തായിരുന്നു, സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ എക്സാക്ട്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് LCM കാണാനാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് കണ്ടോ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ that can divide 510 and 425 exactly. അതായത് ഏതോ ഒരു ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ട്, ആ നമ്പർ ഓക്കെ ലെറ്റ് ബി എക്സ് എന്ന് വിചാരിച്ചു. അപ്പോൾ 510നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്, എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അതായത് റിമൈൻഡർ 0 വരണം. ദെൻ 425 കൊണ്ടും ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ എന്ത് വരണം, റിമൈൻഡർ 0 വരണം. ക്ലിയർ ആണോ? അതാണ് അർത്ഥമാക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 14 7 ഓക്കെ, എന്താ ഇതിൻ്റെ ഈ ഒരു നമ്പറിനെ, ഈ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഫൈൻഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമോ ഞാൻ ഈ രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ഡിവൈഡ് 14 and 17 അല്ല 7 എക്സാക്ട്ലി. 14നെയും 7നെയും എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? ഇതിനെ രണ്ടിനെയും കൂടെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF ആയിരിക്കും അല്ലെ. 14ന്റെയും 7ന്റെ HCF എന്താണ്, 7 ആണ് അല്ലെ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 അല്ലേ, എക്സാക്ട്ലി ഡിവൈഡ് ആയി പോത്തില്ലേ. മനസ്സിലായോ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തായിരുന്നു, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 14 and 7 അല്ലെ. 14 and 7 എക്സാക്ട്ലി ഡിവിസിബിൾ ആകുന്ന ലീസ്റ്റ് നമ്പർ ഏതാണെന്ന്. ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ കൊണ്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരണം, ആ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 വരണം. അങ്ങനെയുള്ള നമ്പറാണ് ചോദിച്ചത്. അപ്പോൾ 14ന്റെയും 7ന്റെയും നമ്മൾ LCM കണ്ടു. മനസ്സിലായോ? ഡിവിസിബിൾ ബൈയും ഇവിടെ പറയുന്നത് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യുക എന്നാണ്. ഓക്കെ, ഇപ്പൊ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞ ലീസ്റ്റ് നമ്പർ ഏതാ, ഇതിന്റെ LCM ആയിട്ടുള്ള 14 ആയിരുന്നു അല്ലെ. അപ്പൊ 14നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 വരും, 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 വരും അല്ലെ. ഇനി ഇത് ഏറ്റവും നമ്മൾ ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടുത്ത നമ്പർ ഏതാ, 14 into 2 അല്ലെ. ഡിവിസിബിൾ അല്ലേ. 14 ഡിവിസിബിൾ ആണെങ്കിൽ 14 into 2 ഡിവിസിബിൾ ആയിരിക്കും, 14 into 3 ഡിവിസിബിൾ ആയിരിക്കും, ഇനി അങ്ങോട്ടുള്ള എല്ലാം ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് ആ രണ്ട് തരത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ചോദിച്ചേക്കുന്നത് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ഡിവൈഡ് 510 and 425 എക്സാക്ട്ലി. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനേ ഉള്ളൂ, ഫൈൻഡ് HCF ഓഫ് 510 and 425. ഓക്കെ, HCF കാണാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, രണ്ടിനും കോമൺ ആയിട്ടുള്ള ടേം എടുക്കുക. പിന്നെ നമുക്ക് എന്തെടുക്കാം, 5 എടുക്കാം അല്ലെ. ഓക്കെ, 5 എടുക്കുമ്പോൾ എന്തുവരും, 102. ദെൻ ഇവിടെ എന്തുവരും, 85. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും കോമൺ ഉണ്ടോ നോക്കിയേ. കോമൺ ഉണ്ടോ? ഇപ്പൊ നമുക്ക് 3 വെച്ച് നോക്കാം, 5 വെച്ച് നോക്കാം. 5 ഒന്നും വരത്തില്ലല്ലേ. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലായെന്നിരിക്കത്തില്ല. അതിന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ 102നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയേ. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, 51 അല്ലെ. 51 വെച്ച് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയേ എന്ത് വന്നു, 17 അല്ലെ. അതായത് 2 into 3 into 17 ആണ് ഈ 102. ഇനി 85നെ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തേ. 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, 1 വന്നു, 5 35 17 കണ്ടോ, 17 into 5 ആണ്. അതായത് ഇതിൽ കോമൺ 17 ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു 9 അല്ലെങ്കിൽ ഒരു 11 വരെയുള്ളത് നമുക്ക് നോക്കാനായിട്ട് പറ്റും അല്ലെ. ബാക്കിയുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ബാക്കി വരുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പൊ 3 ആണോ നോക്കാൻ, എന്താ നമ്മൾ സം ഓഫ് ഡിജിറ്റ്സ് എടുത്ത് നോക്കുക അല്ലെ. സം ഓഫ് ഡിജിറ്റ്സ്
3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, അതായത് ഒരു 102 അല്ലെ, 2 + 1 3, അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആണ് 102 അല്ലെ. 85 നോക്കിയേ, 8 + 5 13, അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പൊ 85 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ 9 നോക്കുന്നത് അല്ലെ. സം ഓഫ് ഡിജിറ്റ്സ് 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് 5 ആണോ നോക്കാൻ അറിയാം. യൂണിറ്റ് പ്ലേസിൽ 5ഓ 0ഓ വന്നാൽ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലെ. യൂണിറ്റ് പ്ലേസിൽ ഈവൻ ആണെങ്കിൽ അത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുന്നത് എങ്ങനെ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം അത് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ മുഴുവനായിട്ട് നമുക്ക് പറയാം 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ അതിലും ഇനിയിപ്പോ നമുക്ക് ഇനി ഇപ്പൊ പോയിട്ട് 13 ഉണ്ട്, 17 ഉണ്ട്, അങ്ങനെ പോകേണ്ടി വരും അല്ലെ. 23 29 ഈ പ്രൈം നമ്പേഴ്സ് ഒക്കെ ഇതിനകത്ത് വരാം. അപ്പൊ അതിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, 2 × 3 × 17 ആണ് 102. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ എന്തുണ്ട്? 17 ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 17 കോമൺ എടുത്താൽ എന്ത് വരും? ഇവിടെ 6 വരും, ഇവിടെ 5 വരും. ഇനി ഇതിൽ കോമൺ ഒന്നും ഇല്ലെന്നറിയാം. സോ ആൻസർ എന്താണ്? HCF എന്ന് പറഞ്ഞാൽ 17 × 5 ആണ്. ദാറ്റ് ഈസ് 85. ആൻസർ ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഞാൻ പറഞ്ഞാൽ ഇതിനകത്തിനെയും ഇതേപോലെ നമ്മൾ LCMലും ഇതേപോലെ ഓരോ റിമൈൻഡർ വരുന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലെ. അതേപോലെ ഓരോ ടൈപ്പാണ്. ഈ 2-3 ടൈപ്പ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. Find the greatest number which will divide 110 and 128 leaving remainder 2 in each case. മനസ്സിലായോ? രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, രണ്ടിലും എന്താണ്? റിമൈൻഡർ 2 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 2 റിമൈൻഡർ വരുന്ന എന്താണ് ഇവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് ചോദിക്കുന്നത്. മനസ്സിലായോ? എന്താണ്? ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ഡിവൈഡ് 110 and 128 ലീവിംഗ് 2 റിമൈൻഡർ. ഡിവൈഡ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ എക്സാക്ട്ലി ഡിവിസിബിൾ, അതായത് റിമൈൻഡർ 0 വരുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇവിടെ ആണെങ്കിലോ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. 110 - 2 120, അതായത് ആ പറയുന്ന റിമൈൻഡർ മൈനസ് ചെയ്യുക, ദെൻ HCF കാണുക. ക്ലിയർ ആണോ? HCF ഓഫ് ആ പറയുന്ന നമ്പേഴ്സിൽ നിന്ന് പറയുന്ന റിമൈൻഡർ 2 അല്ലേ. രണ്ട് കേസിലും 2 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ട് കേസിലും 2, രണ്ട് നമ്പറിൽ നിന്നും 2 കൊണ്ട് മൈനസ് ചെയ്യുക, HCF കാണുക. ക്ലിയർ ആണോ? 110 - 2 എന്ന് പറയുമ്പോൾ 108ഉം 126ഉം ഇതിന്റെ HCF കണ്ടാൽ മതി. ക്ലിയർ ആണോ? ഇനി 4 നമുക്ക് HCF എടുക്കാം. 4 വെച്ച് ഡിവൈഡ് ചെയ്തേ. 4 വേണ്ട, 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 4 കണ്ട 26. അങ്ങനെ നമുക്ക് നോക്കാം. 26 ലാസ്റ്റ് 2 ഡിജിറ്റ് 26 4 കൊണ്ട് ഡിവിസിബിൾ അല്ല അല്ലെ. അപ്പൊ 126 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 54, then 63. 54 63 എന്തുകൊണ്ട് കോമൺ? 9 ഉണ്ട് അല്ലെ. 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് അതൊക്കെ. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും? 6 വരും, ഇവിടെ 7 വരും. അപ്പൊ ആൻസർ എന്താ? 9 × 2 18. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ HCF ഈ 108ന്റെയും 126ന്റെയും HCF എന്ത് വരും? 18 എന്ന് വരും. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the greatest number which divide 34, 60 and 85 leaving remainder 7, 6 and 4 respectively. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ സെയിം രണ്ട് നമ്പറിലും സെയിം റിമൈൻഡർ ആയിരുന്നു, ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള റിമൈൻഡർ തന്നു. അപ്പൊ എന്ത് ചെയ്യണം? അതാത് റിമൈൻഡർ മൈനസ് ചെയ്യുക, ആ മൈനസ് ചെയ്തതിന്റെ HCF കാണുക. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 34 - 7 എടുക്കുക, 60 - 6 എടുക്കുക, 85 - 4 എടുക്കുക അല്ലെ. എന്നിട്ട് എന്ത് കാണണം? ആ നമ്പേഴ്സിന്റെ HCF കണ്ടാൽ മതി അല്ലെ. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ HCF ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തു 34 - 7 എന്ന് പറയുമ്പോഴത്തേക്ക് 27, 60 - 6 എന്ന് പറയുമ്പോഴത്തേക്ക് 54, 85 - 4 എന്ന് പറയുമ്പോൾ 81 അല്ലെ. ഇതിന്റെ HCF കാണാം. ഓക്കെ, എന്തായിരുന്നു കോമൺ? 9 ആണ് കോമൺ അല്ലെ. 9 കോമൺ എടുത്താൽ 3 വരും, 6 വരും, 9 തന്നെ വരും. വീണ്ടും നമുക്കൊരു 3യുടെ കോമൺ എടുക്കാനുണ്ട്. സോ 1 വരും, 2 വരും, 3 വരും. അപ്പൊ ആൻസർ എന്താ? 9 × 3 27. ക്ലിയർ അല്ലേ? 27 ആണ് ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ നേരത്തെ പോലെ എന്താണ് ഇതിന്റെ HCFന്റെ ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയോ. Find the greatest possible length of a scale that can be used to measure 3 rods of length 45 cm, 105 cm and 165 cm exactly. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ പറഞ്ഞൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കാം. നോക്കിയേ,
എൻ്റെ കയ്യിൽ 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്റ്റിക്ക് ഉണ്ട്, അതേപോലെ 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്റ്റിക്കും ഉണ്ട്. എനിക്ക് ഒരു സ്കെയിൽ വേണം, അതായത് എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിൽ വേണം. അതിന്റെ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ഉള്ള സ്കെയിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ രണ്ട് റോഡ് എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മെഷർമെന്റ് ഉള്ള സ്കെയിൽ നമുക്ക് യൂസ് ചെയ്യാം? ഓക്കെ, 1 സെന്റിമീറ്റർ ഉള്ള സ്കെയിൽ വെച്ച് നമുക്ക് ഇത് മെഷർ ചെയ്ത് വിടായോ? അങ്ങനെ 8 തവണ മെഷർ ചെയ്താൽ മതി അല്ലേ? ഇത് 12 തവണ മെഷർ ചെയ്താൽ മതി. ഓക്കെ, അത് പറ്റും. 2 സെന്റിമീറ്റർ ഉള്ള സ്കെയിൽ വെച്ച് ഇത് മെഷർ ചെയ്യാൻ പറ്റത്തില്ലേ? 8നെ 4 തവണ മെഷർ ചെയ്യുക, 12നെ 6 തവണ മെഷർ ചെയ്യുക അല്ലെ? മെഷർ ചെയ്യാൻ പറ്റും. 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് 12നെ പറ്റും, പക്ഷെ 8നെ പറ്റത്തില്ല അല്ലെ? എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 3 ഇല്ല. അടുത്ത ഏതാ? 4 അല്ലെ? 4നെ 8 ഇതിനും മെഷർ ചെയ്യാൻ പറ്റും, ഇതിനെ മെഷർ. ഇനി ഏതെങ്കിലും ഉണ്ടോ? 8 വെച്ച് ഇതിനെ ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിനെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരെണ്ണവും ഇല്ല അല്ലെ? 12 ആണെങ്കിൽ ഇതിനെ ചെയ്യാൻ പറ്റും, ഇതിനെ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിലെ മാക്സിമം ലെങ്ത് ഉള്ള സ്കെയിൽ ഏതാ? ഈ 4 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് ഈ നമ്പേഴ്സിന്റെ HCF ആണ് ആ വാല്യൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇവിടെ 8നും 12നും പകരം ഈ 4 ലെങ്ത് തന്നേക്കോ. 45, 105, 165 ഈ സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 3 റോഡ് ഉണ്ട്. ഈ റോഡ്സിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ഓഫ് ദ സ്കെയിൽ ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് മീൻസ് ഈ നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കുന്നതാണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം HCF. 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം അതുകൊണ്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് 9, then 21, then 33 അല്ലേ? ഓക്കെ, ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3, 7, 11. ഓക്കെ, അപ്പൊ എന്താ ആൻസർ? 5 × 3 15 അല്ലെ? 15 സെന്റിമീറ്റർ ഉള്ള ലെങ്ത് ഉള്ള സ്കെയിലാണ് നമുക്ക് ഇതിനെ മൂന്നിനെയും എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് അല്ലെ? സോ ഓപ്ഷൻ എ 15 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 rods of 45 centimeter, 105 centimeter and 165 centimeter long are to be cut into pieces of equal length and find the minimum number of such pieces. Okay, അപ്പോൾ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ ഒന്ന് എടുക്കുകയാണ്. നോക്കിയേ, എൻ്റെ കയ്യിൽ 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സ്റ്റിക്ക് ഉണ്ട്, 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സ്റ്റിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഇതിനെ നേരത്തെ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കട്ട് ചെയ്യുക. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഈക്വൽ ആയിട്ട് എത്ര പീസ് കട്ട് ചെയ്യാം? 1 സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യാം അല്ലെ? 2 സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്താലും എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 പറ്റുമോ? ഇല്ല. ഇത് കുറച്ചധികം വരും അല്ലെ? ദെൻ 4 സെന്റിമീറ്റർ വെച്ച് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഈ 3 എല്ലാം ഉള്ളു. ഒന്നാലോചിച്ച് നോക്കി, ഈ 1 വെച്ച് കട്ട് ചെയ്താൽ എനിക്ക് എത്ര പീസസ് കിട്ടുമെന്ന് നോക്കിയേ. ഇവിടുന്ന് 8 പീസസ് അല്ലെ? ഇതിൽ നിന്നാണെങ്കിൽ 12 പീസസ്, അങ്ങനെ മൊത്തം 20 പീസ് കിട്ടും. ഞാൻ 2 സെന്റിമീറ്റർ വെച്ചാ കട്ട് ചെയ്യുന്നെങ്കിലോ ഇവിടുന്ന് എനിക്ക് എത്ര എണ്ണം കിട്ടും? 4 എണ്ണം കിട്ടും. ഇവിടുന്നാണെങ്കിലോ എനിക്ക് 6 എണ്ണം കിട്ടും. അങ്ങനെ മൊത്തം 10 എണ്ണം കിട്ടും. ഞാൻ 4 സെന്റിമീറ്റർ സൈസിലാണ് കട്ട് ചെയ്യുന്നെങ്കിലോ ഇവിടുന്ന് 2 എണ്ണം കിട്ടും, ഇവിടുന്ന് 3 എണ്ണം കിട്ടും. എത്ര കിട്ടി? 5 എണ്ണം കിട്ടി അല്ലെ? അപ്പം ഒന്നാലോചിച്ച് നോക്കിയേ, മിനിമം നമ്പർ കിട്ടണമെങ്കിൽ മാക്സിമം ലെങ്തിൽ നമ്മൾ മുറിക്കണം അല്ലെ? അപ്പൊ ഈ മിനിമം എന്നുള്ള വാക്ക് കണ്ടിട്ട് നിങ്ങൾ LCM ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ മിനിമം നമ്പർ ഓഫ് പീസസ് നമുക്ക് കിട്ടണമെങ്കിൽ ഏത് ലെങ്തിലാണ് മുറിക്കേണ്ടത്? മാക്സിമം ലെങ്തിൽ മുറിക്കണം. അതായത് ഈ നമ്പേഴ്സിന്റെ HCF എന്താണോ ആ ലെങ്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് മുറിച്ചെടുക്കുന്ന, അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്തിട്ടല്ലേ ഇത് മനസ്സിലായത്? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF കാണുക, അത് 4 അല്ലെ? ആ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പീസസ് ഇവിടുന്ന് കിട്ടും? ഈ 12നെ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര പീസസ് കിട്ടും അല്ലെ? അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെയും ചോദിക്കുന്ന ചോദ്യം എന്ത് ചെയ്താൽ മതി? 45, 105, 165. ഓക്കെ, അപ്പം ഈ 3 റോഡ്സ് ഉണ്ട്, അതിനെ നമ്മൾ ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മിനിമം നമ്പർ ഓഫ് പീസസ് കിട്ടുന്ന എത്രയാണെന്ന് നോക്കിയപ്പോൾ മിനിമം നമ്പർ ഓഫ് പീസസ് കിട്ടണമെങ്കിൽ ഇതിനെ ഏത് ലെങ്തിൽ മുറിക്കണമെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് മാക്സിമം ലെങ്തിൽ മുറിക്കുക, അതായത് HCF മുറിക്കുക. ക്ലിയർ ആണോ? ഈ നമ്പേഴ്സിന്റെ HCF കാണുക അല്ലെ? ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ 5 എടുത്തു, 9, 21, then 33, then വീണ്ടും ഒരു 3 കോമൺ എടുത്താൽ 3, 7, 11 അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? HCF 15 കിട്ടി. അതായത് 45/15 പ്ലസ്
45നെ 15 വെച്ച് മുറിച്ചാൽ എത്ര പീസ് കിട്ടുമെന്ന് നോക്കുക. 105നെ 15 വെച്ച് മുറിച്ചാൽ എത്ര പീസ് കിട്ടുമെന്ന് നോക്കുക. 165നെ 15 വെച്ച് മുറിച്ചാൽ എത്ര പീസ് കിട്ടുമെന്ന് നോക്കുക അല്ലെ. ഇനി ഇത് ഞാൻ ഒന്നുകൂടി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാനാണ്. നോക്കി 45 ഡിവൈഡ് ബൈ 15. ഇനി അത് കൂടുതലൊന്നും ചെയ്ത് നോക്കണ്ട. അതാണ്ട് ഇവിടെ 15 ഉണ്ട്. ആ 15 into 3 ചെയ്യുമ്പോഴല്ലേ 45 കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ വന്നേക്കുന്നത് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഇതാണ് 45 by 15 ഈ 3 ആണ്. 3 പ്ലസ് 105 by 15 എന്നാൽ ഈ 7 ആണ് അല്ലേ. അതായത് 15 into 7 ചെയ്താലല്ലേ 105 കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്തോരം 10 plus 11 21 പീസസ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഇത് ഇനി നമുക്ക് ഇൻ കേസ് ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായില്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. 45 ഡിവൈഡ് ബൈ 15 3 ആണ്. 105 ഡിവൈഡ് ബൈ 15 7 ആണ്. 165 by 15 11 ആണ്. ഓക്കെ, ഇതിന്റെ സം എടുക്കുന്ന അത്രയും പീസസ് ആണ് മിനിമം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 21 പീസസ്. Next question. Find the greatest possible length of a scale that can be used to measure exactly 3 pieces of cloth of the following length: 3 meter, 5 meter 10 centimeter, 12 meter 90 centimeter. നേരത്തെ അതേ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു യൂണിറ്റിന്റെ ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. ഈ നമ്പേഴ്സിന്റെ HCF എടുക്കുന്നതാണ് ആൻസർ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 മീറ്റർ, ഇവിടെ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ ഒരുമിച്ചുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാറ്റുക. അപ്പം ഇനി പോയിന്റ് ആക്കാതെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് അങ്ങ് മാറ്റാം അല്ലെ. 3 മീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? 300 സെന്റിമീറ്റർ. ഓക്കെ, ഇനി 5 മീറ്റർ 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 500 പ്ലസ് 10 സെന്റിമീറ്റർ അല്ലെ. 510 സെന്റിമീറ്റർ. ഇനി 12 മീറ്റർ 90 സെന്റിമീറ്ററിനെ എങ്ങനെ എഴുതാം? 12 into 100 അല്ലെ പ്ലസ് 90 സെന്റിമീറ്റർ അല്ലെ. 1290. ഈ 3 വാല്യൂസിന്റെ HCF എടുത്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? അപ്പൊ നിങ്ങൾ ഈ ഒരു ആൻസർ ഈ HCF കണ്ടുപിടിച്ചിട്ട് ഈ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സെമിനാർ the number of participants in Hindi, English, Maths are 60, 84 and 108 respectively. Find the minimum number of rooms required if each room the same number of participants are to be seated and all of them being in the same subjects. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നേ ഉള്ളൂ. നമ്മളിപ്പോ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യന്റെ മോഡലാണ്. അതായത് നമ്മൾ ഒരു മിനിമം നമ്പർ ഓഫ് പീസസിനായിട്ട് റോഡ് കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, അതേ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. ഒരു സെമിനാറിന് ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ് ഇങ്ങനെ 3 സബ്ജക്റ്റിലുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എണ്ണം പറയുന്നുണ്ട് 60, 84, 108 അല്ലെ. ഇവിടെ ചോദിക്കുന്നത് ഇവരെല്ലാം നമ്മൾ ഒരു മുറിയിലേക്ക് ആക്കുക. ഇവിടെ പറയുന്നത് എത്ര മുറികൾ വേണം? ഫൈൻഡ് ദ മിനിമം നമ്പർ ഓഫ് അല്ലെ. മിനിമം നമ്പർ ഓഫ് മുറികൾ എത്ര വേണം എന്നാണ് ചോദിക്കുന്നത്. ഓരോ മുറിയിലും ഓരോ സെയിം സബ്ജക്റ്റിലുള്ളവരെ കാണാവൂ. അതേപോലെ തന്നെ എല്ലാ മുറിയിലും ഈക്വൽ നമ്പർ ഓഫ് ആളുകളുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തടിക്കഷ്ണത്തിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്താ എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താ ഈ ആൾക്കാരെ നമ്മൾ എത്ര മിനിമം നമ്പർ ഓഫ് അതായത് മിനിമം പീസസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ലെങ്തിൽ മുറിക്കണമായിരുന്നു അല്ലെ. അതേപോലെ ഇവരെ നമ്മൾ മിനിമം റൂംസ് കിട്ടണമെങ്കിൽ മാക്സിമം ലെങ്തിൽ മാക്സിമം ആയിട്ട് നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യണം. മാക്സിമം ഏത് നമ്പർ ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? HCF കണ്ടുപിടിക്കുക. എന്നിട്ട് അവരെ ഓരോരുത്തരെയും ഡിവൈഡ് ചെയ്താൽ എത്ര മുറികൾ ആവശ്യം വരുമെന്ന് ചെയ്യുക. മനസ്സിലായി? അതേ അർത്ഥം തന്നെയാണ്. ആ ഓരോ മുറിയിൽ ഇപ്പൊ ഈ മുറിക്കതാണെങ്കിൽ മാത്സിലുള്ള ആൾക്കാരെ ഉള്ളെങ്കിൽ മാത്സ് മാത്രം അല്ലെ. ഈ മുറിയിൽ മാത്സ് മാത്രം, ഈ മുറിയിൽ ഇംഗ്ലീഷ് മാത്രം, അങ്ങനെ വേണം. അതേപോലെ ഇവിടെ 5 പേരുണ്ടെങ്കിൽ ഈ മുറിയിലും 5 പേർ, അങ്ങനെ എണ്ണം തുല്യമായിരിക്കണം എന്നാണ് ഈ ഇത് പറയുന്നത്. ഓക്കെ, സോ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 60, 84, 108. ഇതിന്റെ ആദ്യം എന്ത് ചെയ്യണം? HCF കാണുക അല്ലെ. ഇപ്പൊ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 15, 21, then 27. okay, then 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5, 7, 9 അല്ലെ. നമ്മുടെ HCF എന്ന് പറയുന്നത് 12 ആണ്. അതായത് ഇവരെ 12 പേരായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഓരോ മുറിയിലും 12 പേര് വെച്ചിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എത്ര പേര് വരും? 60യെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കണം. 84നെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആണെന്ന് നോക്കണം. 108നെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആണെന്ന് നോക്കണം. എന്നിട്ട് ആഡ് ചെയ്യുക അല്ലെ. 60 12 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 5 അല്ലെ. 5 പ്ലസ് 84നെ ഇത് ചെയ്യുമ്പോൾ ഈ 7 പ്ലസ് 108നെ ചെയ്യുമ്പോൾ 9. ഓക്കെ, സോ എന്ത് വരും ആൻസർ? 12 പ്ലസ് 9 21 ആണ് റൂംസ്. ഓക്കെ, ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അപ്പം ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ?
അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസറായിട്ട് കമൻറ്റ് ചെയ്യുക, അതിൻ്റെ HCF കണ്ടുപിടിച്ച് ആൻസർ എന്ന് പറയുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.